നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസ് അരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു ധർണ നടത്തി. ഒരു സ്റ്റാഫ് ഇല്ല എന്നുള്ള ധർമ്മസങ്കടമാണ് ഈ നാട്ടിലെ ജനതയ്ക്കുള്ളത്. ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നടത്തുന്ന ഈ ഭരണ സംവിധാനം, ഈ ഭരണത്തിന്റെ കീഴിലാണ് ഈ പഞ്ചായത്ത് ഈ ജില്ലയിലെ ഏറ്റവും മോശമായ ഒരു പഞ്ചായത്ത് ആയി മാറിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി എത്തുന്നില്ല, ഉള്ളവർ തന്നെ ലോങ് ലീവ് എടുത്തു പോകുന്നു. ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഭാരവാഹികൾ കൃത്യമായ ഇടപെടലിലൂടെ ഉദ്യോഗസ്ഥന്മാരെ ചേർത്ത് നിർത്തി വേണം പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. എന്തേ ഇപ്പോൾ ഇങ്ങനെ ഈ പഞ്ചായത്ത് മാറിയിരിക്കുന്നു? ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഉമേശൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി തത്തങ്കരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി NA അനുരാജ് സ്വാഗതം ആശംസിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് അറുതി വരുത്തുക, ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ വാർഡുകളിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക, വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുക, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ സമയനിഷ്ഠയില്ലായ്മയും കൃത്യവിലോപവും ധർണയ്ക്ക് വിഷയീഭൂതമായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആസിസ് പായിക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഗ്രാമപഞ്ചായത്താണ് അരൂർ ഗ്രാമപഞ്ചായത്ത്. പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും മോശമായ ഒരു പഞ്ചായത്താണ് അരൂർ ഗ്രാമപഞ്ചായത്ത്. കോൺഗ്രസ് നേതൃനിരയിലുള്ള PA അൻസാർ, TP മോഹനൻ, ജനപ്രതിനിധികളായ CK പുഷ്പൻ, MN സിമിൽ, ഇബ്രാഹിംകുട്ടി, മേരിദാസൻ, സിനി മനോഹരൻ തുടങ്ങിയവരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഇത്തിത്തറ ബാബു, PP സാബു, PC സജീവൻ, സോജൻ ആന്റണി, അജയൻ ചാണിയിൽ, KS സലിം ചന്ദിരൂർ, KP ഇബ്രാഹിം, KA ജോളി, മെഴ്സി, സൂസൻ സിജു ജോസഫ്, ദിവ്യ സാബു, ഷീന റഫീഖ്, മോളി ജസ്റ്റിൻ, CB കണ്ടോത്ത് എന്നിവരും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ജോലിക്ക് കയറുക. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.